പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അറിഞ്ഞ് നന്നായി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവിന് എത്ര പേർക്ക് പരിചയമുണ്ട്? വചനം പറയുകയാണ്, 5000 പുരുഷന്മാർ തിന്നു തൃപ്തിയാകുന്നതുവരെ ശിഷ്യന്മാർ അവർക്ക് ശുശ്രൂഷ ചെയ്തു. എന്ന് വെച്ചാൽ 3 ദിനരാത്രങ്ങൾ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ ഉണ്ടായിരുന്ന വലിയ പുരുഷാരം, അതാണ് 5000. ആ പുരുഷാരത്തിന് അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്ത ആ സമയത്ത് ഈ 12 ശിഷ്യന്മാർ മാത്രമാണ് ഇത്രയും പേരെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൂടെ ഉണ്ടായിരുന്നത്. അവർ എത്ര മണിക്കൂർ അവർക്ക് അപ്പം വിളമ്പിയെന്ന് വചനത്തിൽ പറയുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു കല്യാണത്തിൻ്റെ കണക്കൊക്കെ അനുസരിച്ച് നോക്കിയാൽ ഏറെ മണിക്കൂറുകൾ അവർ അധ്വാനിച്ചു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. തൻ്റെ കൂടെ നിന്ന് തന്നോട് ചേർന്ന് അധ്വാനിച്ച ആ നല്ല ശിഷ്യന്മാർക്ക് എല്ലാവരും തിന്ന് തൃപ്തിയായതിന് ശേഷം 12 കൊട്ട അപ്പകഷ്ണങ്ങൾ അവരുടെ വീടുകളിലേക്ക് നിറച്ച് കൊടുത്തു വിടുന്ന ഒരു നല്ല കർത്താവിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവിനോട് കൂടെ ചേർന്ന് നിന്ന് അവരുടെ അധ്വാനത്തിനകത്തിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ നോക്ക്, 12 കൊട്ടയ്ക്കകത്തിൽ ഓരോ ശിഷ്യന്മാർക്കും ഓരോ കൊട്ട വീതം നിറച്ച് കൊടുത്ത് അവരെ പോറ്റുന്ന ഒരു നല്ല കർത്താവിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ, മരുഭൂമിയിൽ മന്ന കൊടുത്ത, മരുഭൂമിയിൽ കാടയിറച്ചി കൊടുത്ത തൻ്റെ മക്കളെ അവരവരുടെ ആവശ്യ സമയങ്ങളിൽ കാത്തു പരിപാലിക്കുന്ന, അതല്ലേ വചനം പറയുന്നത്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന നല്ല കർത്താവ്. ഇന്ന് പ്രിയരെ, നിൻ്റെ കണ്ണുനീരിൻ്റെ വിഷയം അതെന്ത് തന്നെയാണെങ്കിലും, ആ കരയുന്ന വിഷയം, ആ കർത്തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയം, അതിൻ്റെ മേൽ വ്യക്തമായി മറുപടി തരാൻ എങ്ങനെ തരും? തൃപ്തിയാകുന്ന മറുപടി തരുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് വ്യക്തമായി വിളിച്ചു പറ, എനിക്ക് എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അത് തൃപ്തിയാകുന്ന നിലയിലുള്ള വിടുതലായിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഉറപ്പോടെ വിളിച്ചു പറയുക, തൃപ്തിയാകുന്ന ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. അത് വലിയ സാക്ഷ്യത്തിനും കാരണമായി തീരുവാനിടയാകും. ബ്ലെസ് യു ജീസസ് നെയിം. ആമേൻ.